ജ്ഞാനായ മക്കളെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എല്ലാവർക്കും അറിയാം. ചില നല്ല ചെടികൾ ചില അപശബ്ദമുള്ള കൈകളിൽ ചെന്നുപെട്ടാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നല്ലോണം കായ്ഫലം തരുന്ന തെങ്ങ് ഒരു കെയറും കൊടുക്കാത്ത ഒരു കർഷകനിലെത്തിയാൽ ആ തെങ്ങ് നശിച്ചു പോകത്തേ ഉള്ളൂ. അപ്പോൾ അവിടെ വേറെ പുതിയ തെങ്ങ് നടേണ്ടി വരും. നമുക്ക് നല്ല കായ്ഫലം തരുന്ന വൃക്ഷങ്ങളുണ്ടായിരുന്നു KCCയുടെ രൂപത്തിൽ. പക്ഷേ ഇന്നിപ്പോൾ KCCയുടെ അവസ്ഥ എന്താണ്? ഫലം തരാത്ത അല്ലെങ്കിൽ കുറേ ഏറാൻമൂളികളുടെ കൈകളിൽ, കോടതിയിൽ ഞാൻ പറഞ്ഞ ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അനുസരണയുള്ള കുറേ പട്ടികളുടെ കയ്യിലാണ് ഇന്ന് KCC സംഘടന പോകുന്നത്. അവർക്ക് വ്യക്തിപരമായ നേട്ടത്തിനും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനും റാൻ മൂളുക എന്നതിനപ്പുറം അല്ലെങ്കിൽ കോമാളി വേഷം കെട്ടുക എന്നതിനപ്പുറം ഇന്ന് KCCക്ക് യാതൊരു റോളുമില്ല. അതിനുശേഷം KSS വന്നു. നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടെയാണ് KSSനെ കണ്ടത്. ഇപ്പം KSS ആണോ KCC ആണോ മെത്രാനെയും സംഘത്തെയും കൂടുതൽ സൂചിപ്പിക്കുക എന്നുള്ള മത്സരത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഈ രണ്ട് വൃക്ഷങ്ങളും ഫലം തരാതായപ്പോഴാണ് മൂന്നാമതൊരു പുതിയ തെങ്ങ് നമ്മൾ നടുന്നത്. അതാണ് നമ്മുടെ ജ്ഞാനായ കാത്തലിക് സൊസൈറ്റി. ഇപ്പോൾ നേരത്തെ സമുദായപക്ഷം അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിന്ന ചിലർ നമ്മുടെ രൂപതയുടെ ചില സ്ഥാപനങ്ങളിൽ അവരുടെ മക്കൾക്ക് ജോലി കിട്ടിയപ്പോൾ അവർ ഒറ്റുകാരായും കൂട്ടിക്കൊടുപ്പുകാരായും മാമാപ്പണി ചെയ്തും ഇന്നിപ്പോൾ നടക്കുകയാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാരെ എങ്ങനെയെങ്കിലും മാനസാന്തരപ്പെടുത്തി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഒരു മാനിനെ ഏതാനും സിംഹങ്ങളോ അല്ലെങ്കിൽ പട്ടികളോ ആക്രമിക്കുന്നത് പോലെ ആക്രമിച്ച് ഒറ്റപ്പെടുത്തി നിരാശനാക്കാമെന്ന് തളർത്താമെന്ന് ചിലർ വിചാരിക്കുന്നു. അതല്ല എങ്കിൽ കുറേ ഓടിക്കഴിയുമ്പോൾ മടുക്കുമ്പോൾ എന്നാൽ എതിർ ക്യാമ്പിൽ ചെന്ന് പെട്ടേക്കാം എന്നിവർ വിചാരിക്കുന്നു. കാരണം ഞാനത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം വളരെ മാന്യനെന്ന് പറയുന്ന അല്ലെങ്കിൽ KSSൻ്റെ ഒക്കെ തലപ്പത്ത് പ്രവർത്തിച്ച് ഇപ്പോൾ KCCയുടെ നേതാവെന്ന് സ്വയം അപമാനിച്ച് കിടക്കുന്ന ഒരു വ്യക്തി എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടു. അതിനകത്ത് പുള്ളി പറഞ്ഞിരിക്കുന്ന ഇതാണ്: ഞാൻ എൻ്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയാണ് കോടതിയിൽ പോകുന്നതും വാദിക്കുന്നതും ഇതൊക്കെ ചെയ്തതെന്ന്. നിങ്ങൾക്കറിയാം കോടതി വിധി എന്താണെന്നുള്ളത് വ്യക്തമായിട്ടറിയാം. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് എൻ്റെ എന്തോ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്തതെന്നും ഇത് സമുദായ അംഗങ്ങൾ തിരിച്ചറിയുമെന്നും അത് തിരിച്ചറിയുമ്പോൾ എനിക്ക് കിട്ടേണ്ട ശിക്ഷ അവർ നൽകുമെന്നുമാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പേര് പറയുന്നില്ല, ഇവിടെ പലർക്കും അത് മനസ്സിലായി കാണും ആളാരാന്നുള്ളത്. സബ്സിക്വൻ്റായിട്ട് ആവശ്യം വന്നാൽ ഞാനത് പല ഗ്രൂപ്പുകളിലേക്കും പിന്നീടിടാം. കാരണം KSSലൂടെയാണ് അദ്ദേഹം വളർന്നു വന്നത്. അതിനുശേഷം ഇപ്പോൾ KCCയുടെ വക്താവാണ്. സ്വന്തം മക്കൾക്ക് സമുദായത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്ഥാപനത്തിൽ ജോലി കിട്ടിയപ്പോൾ അടിമയെപ്പോലെ ആണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതും നമ്മളെയൊക്കെ തളർത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എന്തായാലും അപ്പോൾ കുറച്ച് പണം കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനം കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തളരുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു കാര്യം അദ്ദേഹം ഓർത്തിക്കുന്ന നന്നാണ്. കാരണം ഈ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇപ്പോൾ ഈ കേസുമായിട്ട് മുമ്പോട്ട് നടക്കുന്ന ആൾക്കാരെല്ലാം അല്ല ഒന്നാം തരം ജ്ഞാനായ തന്തമാർക്ക് ജനിച്ച് ജ്ഞാനായ അമ്മമാരുടെ മുല കുടിച്ച് വളർന്നവരാണ് ഈ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നവരെല്ലാവരും. അതുകൊണ്ട് അവരാരും പുറകോട്ട് പോകുമെന്ന് ഈ മാമാപ്പണി ചെയ്യുന്ന ഈ മാന്യൻ വിചാരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ആ ഒരവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നവർ ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ മൂന്നാമത്തെ നല്ലൊരു വിഷയമാണ് നമ്മുടെ ഇവിടെ കേരളത്തിൽ. പുറത്ത് DKCC വളരെ സ്ട്രോങ് നമുക്കറിയാം. കാരണം നമ്മുടെ കേസിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് DKCCയും KCCNയും KCCOയും. ഇപ്പോൾ ഈ കേസ് കോടതി നടക്കുന്നതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊരു പരിധിക്കപ്പുറം എനിക്ക് പറയാനും പറ്റത്തില്ല. അപ്പോൾ ഇനി ജനത്തിനുള്ള പ്രതീക്ഷയാണ് KCS, അതായത് ജ്ഞാനായ കാത്തലിക് സൊസൈറ്റി. നമ്മൾ വളരെ നല്ല രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്ലോസുകൾ, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എല്ലാം ചെയ്തിരിക്കുന്ന ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അത് നട്ട് നമ്മൾ ചെറുതായിട്ട് നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് വെള്ളം ഒഴിക്കേണ്ടതും വളമിടേണ്ടതും ഒക്കെ നമ്മുടെ സമുദായ അംഗങ്ങളാണ്. അപ്പോൾ ആ സമുദായ അംഗങ്ങൾക്ക് ഇത് നല്ലതാണ്, ഇതിൽ നിന്ന് നല്ല ഫലം കിട്ടുമെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആ രീതിയിൽ നമ്മളിത് ഓരോ ഇടവകയിലും ഇതിൻ്റെ വേരുകൾ ഊന്നി മാക്സിമം ആൾക്കാരെ ഇതിനകത്ത് ചേർക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്തായാലും കേസുമായിട്ട് മുമ്പോട്ട് നമ്മൾ പോകുന്നു. ഇപ്പോൾ തന്നെ ഈ ഡ്യുവൽ മെമ്പർഷിപ്പിനെ കുറിച്ചിപ്പം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിലർ
ഇപ്പം നമ്മുടെ കോടതി അനുസരിച്ച് നമ്മുടെ നാട്ടിലെ എവിടെയെങ്കിലും അംഗങ്ങളാണ് എല്ലാവരും, വിദേശത്ത് പോയിരിക്കുന്നവരും. അവർ എത്ര വർഷം മാറി എന്നാൽ അവിടെ അംഗത്വം പോകത്തില്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചില ആൾക്കാർ മിഷനിൽ അംഗം എടുത്തിട്ടുണ്ട്, മിഷനിൽ അംഗത്വം എടുക്കുകയും അവിടെ കൈക്കാരനാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൈക്കാരനാവണമെങ്കിൽ പെർമനൻറ്റ് മെമ്പർഷിപ്പ് എടുക്കാണ്ട് കൈക്കാരനാകാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ ശരിക്കും പറഞ്ഞാൽ ഡ്യുവൽ മെമ്പർഷിപ്പാണ്. ഡ്യുവൽ മെമ്പർഷിപ്പ് കാനൺ ലോ വ്യക്തമായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സീറോ മലബാറിൻ്റെ 2 സിനഡ് തീരുമാനങ്ങളുണ്ട്, 2 രൂപതകളിൽ മെമ്പർഷിപ്പ് പാടില്ല എന്ന്. പക്ഷേ ഇപ്പോൾ പലരും ചെയ്യുന്നത് ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ട്, അവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇവിടെ വന്ന് കല്യാണം നടത്തുകയാണ്. നമ്മൾ അതിനൊക്കെ ചോദ്യങ്ങൾ ചെയ്യും, അത് വേറൊരു കാര്യം. നമ്മൾ അതിനകത്ത് മുന്നറിയിപ്പ് കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ തന്നെ 4-ാം തീയതി കടുത്തുരുത്തി പള്ളിയിൽ ഒരു കല്യാണം നടക്കുന്നുണ്ട്. അതിന് നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. 600 അംഗത്വം കടുത്തുരുത്തി നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത നടപടിയിലേക്ക് നമ്മൾ നീങ്ങും. കാരണം ഡ്യുവൽ മെമ്പർഷിപ്പാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അവർ പറയുന്നത് മെത്രാൻ്റെ 302 സർക്കുലറാണ് പറയുന്നത്. 302 സർക്കുലർ പ്രകാരം ഞങ്ങളൊന്നും ചെയ്യത്തില്ല, ആർക്കും പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ അങ്ങനെ പ്രശ്നം ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് കോടതി എഴുതി കൊടുക്കുന്നില്ല? 3 മാസത്തോളം എന്തുകൊണ്ട് കോടതി എഴുതി കൊടുത്തിരിക്കുന്നു? അപ്പോൾ ഈ ഒറ്റുകാർക്ക് വേണ്ടത് നമ്മുടെ മൂലക്കാടിൻ്റെയും അല്ലെങ്കിൽ വെട്ടിക്കാടിൻ്റെ ഒക്കെ ചതിക്കുള്ളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ആവശ്യം. ഞാൻ കോടതിയിൽ വാദിച്ച വേറൊരു പോയിൻ്റാണ്, ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മൊത്തം നശിപ്പിക്കാൻ 2 മാർഗ്ഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ജീനോസൈഡ്, കൂട്ടക്കുരുതി. അതെന്തായാലും ഈ 3 ലക്ഷം ജ്ഞാനായ കത്തോലിക്കരെ എന്തായാലും മൂലക്കാടൻ വിചാരിച്ചാലോ വെട്ടിക്കാടൻ വിചാരിച്ചാലോ വംശഹത്യ ചെയ്യാൻ നടക്കത്തില്ല. പിന്നെ ആകെയുള്ളൊരു മാർഗ്ഗം എന്താണ്? ഇൻ്റർബ്രീഡിംഗ് ആണ്. നമുക്കറിയാം വളരെ ഓജസ്സും ഉന്മേഷവും നമ്മൾ ലോകത്തെല്ലാം പറയുന്നവരാണ് കുതിരശക്തി. അത്രയ്ക്ക് നല്ല അഴകാർന്ന പാരമ്പര്യമുള്ള കഴിവുള്ള ഒരു കുതിരേനെ, ഒരു ആൺകുതിരയെ ഒരു കഴുതയായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഉണ്ടാകുന്ന കൊച്ചിന് എന്തായിരിക്കും കിട്ടുന്നത്? കുതിരയുടെ ഒരു ഗുണങ്ങൾ തന്നെ ഉണ്ടാകത്തില്ല. അപ്പോൾ ആ രീതിയിൽ ഇൻ്റർബ്രീഡ് ചെയ്ത് ഈ സമൂഹത്തെ ജ്ഞാനായ കത്തോലിക്ക നശിപ്പിക്കാനായിട്ടാണ് മൂലക്കാടിൻ്റെയും വെട്ടിക്കാടിൻ്റെയും സീറോ മലബാറിൻ്റെയും പ്ലാൻ. ട്രൈപാർട്ടിനകത്ത് പറയുന്നത് എന്താണ്? വിവാഹം കഴിച്ചാൽ കഴിക്കുന്ന വ്യക്തി സമുദായത്തിൽ തുടരും, സ്പൗസ് വേറെ ഇടവകയിൽ പോക്കണം. അതെങ്ങനെ നടക്കുന്നത്? ഒരു കുടുംബത്തിൽ 2 അടുക്കള പറ്റുമോ? അപ്പോൾ ഇതൊക്കെ കാലക്രമേണ ഇത് ഒന്നിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയാണത്. അത് മാത്രമല്ല, നമ്മുടെ പാരമ്പര്യം എന്താണ്? നമ്മൾ 72 കുടുംബങ്ങളുടെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. അവിടെ കുടുംബപരമായിട്ടാണ് പിന്തുടർച്ച പോകുന്നത്, അതുകൊണ്ട് ഒരു വ്യക്തിയിലേക്കല്ല. ആ കുടുംബപരമായിട്ടുള്ള പിന്തുടർച്ചയിൽ നിന്നും നമ്മുടെ മൂലക്കാടിൻ്റെ ഫോർമുല പോകുന്നത് വ്യക്തിയിലേക്കാണ്. ഞാൻ ജ്ഞാനക്കാരനാണ്, ഞാൻ വേറെ ആൾ കല്യാണം കഴിച്ച് ഞാൻ ജ്ഞാന സമുദായത്തിൽ നിൽക്കും, എനിക്കൊരു തടസ്സമില്ല. ഞാൻ കല്യാണം കഴിക്കുന്ന ആൾ പുറത്ത് വേറെ എങ്ങനെ പള്ളിയിൽ പോക്കണം, അതെങ്ങനെ നടക്കുന്നത്? അപ്പോൾ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും പാരമ്പര്യ ട്രാൻസ്ഫറിൽ നിന്നും വ്യക്തിയിലേക്ക് പോകുന്നു. ഇതൊക്കെ നമ്മൾ കോടതി ചലഞ്ച് ചെയ്തതാണ്, കോടതി അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് ഇതിൻ്റെ അധ്യക്ഷൻ നമ്മുടെ പ്രസിഡൻ്റാണ് ഗ്രേസ് മോഹനെ നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ഈ സമുദായത്തിൻ്റെ പേരിലും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ജനറൽ സെക്രട്ടറിയാണ്. നമ്മുടെ ജനറൽ സെക്രട്ടറി തന്നെയാണ് മുഖ്യാതിഥി. ഇന്ന് നമുക്ക് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞയാൾക്ക് അസൗകര്യം പ്രമാണിച്ച് നമ്മൾ ഇതിൻ്റെ ഈ സൊസൈറ്റിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുകയും അതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്ത നമ്മുടെ അബ്രാഹാം പുതിയശ്ശേരിയെ ഈ യോഗത്തിൻ്റെ പേരിലും ഓരോ ഗ്രാനായ മക്കളുടെ പേരിലും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ അധ്യക്ഷ ഇരിക്കുന്നത് നമ്മുടെ ട്രഷറാണ്. എന്തായാലും ട്രഷർക്ക് ഇച്ചിരി കാശൊക്കെ ഉള്ളതായതുകൊണ്ട് ട്രഷർ ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും സംഘടനയ്ക്ക് വരെ ദോഷമൊന്നും പറ്റത്തില്ല. കാരണം പിരിവും കാര്യങ്ങളും കിട്ടിയില്ലേലും സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് എടുത്താലും നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം നമ്മുടെ സെക്രട്ടറി ജോസഫിനെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ നെടുന്തൂണ്, നമ്മുടെ മലബാർ റീജിയൻ്റെയും നമ്മുടെ ജ്ഞാനായ സമുദായത്തിൻ്റെയും അതിശക്തമായ ഭാഷയിൽ വിമർശിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത നമ്മുടെ സ്റ്റീഫൻ മൂരിക്കുന്ന ചേട്ടൻ ഇവിടെ ഉണ്ട്. നമ്മുടെ മലബാറിൻ്റെ മാത്രമല്ല ജ്ഞാനായ കത്തോലിക്ക സഭയുടെ മൊത്തത്തിൽ നമ്മുടെ ശക്തനാണ്. മൂരിക്കുന്ന വീട്ടിൽ വരുമല്ല, അല്ല ഒന്നാം തരം മൂരിയുടെ ശക്തിയും മൂരിയുടെ കഴിവും ഓജസ്സും എല്ലാം ഉള്ള മൂരിക്കുന്ന ചേട്ടനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും നിങ്ങളെല്ലാം വളരെ വേണ്ടപ്പെട്ടവരാണ്. കാരണം ആദ്യത്തെ മീറ്റിംഗാണ്, സ്ഥാപക മീറ്റിംഗാണ്. അപ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അതിൻ്റേതായ വിലയുണ്ട്, അതിൻ്റെതായ പ്രാതിനിധ്യമുണ്ട്, അതിൻ്റേതായ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നട നടയോ
വംശശുദ്ധിയിൽ വചന വഴികളിൽ വലിയൊരു ജനതയായി നാം. വംശശുദ്ധിയിൽ വചന വഴികളിൽ വലിയൊരു ജനതയായി നാം. തനിമയിലൊരു ഗണമായി നാം. ജ്ഞാനായക്കാർ നമ്മൾ, ജ്ഞാനായക്കാർ നമ്മൾ. തനിമയിലൊരു ഗണമായി നാം. ജ്ഞാനായക്കാർ നമ്മൾ, ജ്ഞാനായക്കാർ നമ്മൾ. ഇത് നേരറിഞ്ഞൊരു ജനമാണ്. നെറിക്കേട് കണ്ടവർ തളരില്ല. ഭാരതസഭയുടെ പൂർവികർ നാം. സുറിയാനിക്കാർ നമ്മൾ, ഭാരതസഭയുടെ പൂർവികർ നാം. സുറിയാനിക്കാർ നമ്മൾ. പത്തുമേഴുമൊരു പട്ടുനൂലിഴയിൽ ചേർത്തു കോർക്കുമീ നമ്മൾ. ഓർത്തുവെക്കുമീ സ്വന്ത ബന്ധങ്ങൾ വേർപെടാതെ നാം എന്നും. ഓർത്തുവെക്കുമീ സ്വന്ത ബന്ധങ്ങൾ വേർപെടാതെ നാം എന്നും. നടനടയോ 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 നടനട നട 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 നട. 772 കുടിയാരും 400മായി പോന്നു. കൊച്ചിയിൽ കൊടുങ്ങല്ലൂര് വന്നു പ്രേക്ഷിത ജനമായി നമ്മൾ. കൊച്ചിയിൽ കൊടുങ്ങല്ലൂര് വന്നു പ്രേക്ഷിത ജനമായി നമ്മൾ. നടനടയോ 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 നടനട നട 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 നട. തങ്ങളിൽ തഴുകി അൻപോടെ തന്ന നന്മകൾ നാടിനേകി. തലമുറയിടമുറിയാത്ത ക്രൈസ്തവർ ജ്ഞാനായക്കാർ നമ്മൾ. തലമുറയിടമുറിയാത്ത ക്രൈസ്തവർ ജ്ഞാനായക്കാർ നമ്മൾ. നടനടയോ 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 നടനട നട 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 നട. മധുരലഹരിയിൽ മനസ്സു നിറയുമർത്തോമനൊന്നു പാടിയിടാം. എക്കരൊക്കുമീ സംഗമവേളകൾ സ്നേഹസാഗരം തീർക്കാം. എക്കരൊക്കുമീ സംഗമവേളകൾ സ്നേഹസാഗരം തീർക്കാം. നടനടയോ 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 നടനട നട 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 നട. വംശശുദ്ധിയിൽ വചന വഴികളിൽ വലിയൊരു ജനതയായി നാം. തനിമയിലൊരു ഗണമായി നാം. ജ്ഞാനായക്കാർ നമ്മൾ, ജ്ഞാനായക്കാർ നമ്മൾ. ഇത് നേരറിഞ്ഞൊരു ജനമാണ്. നെറിക്കേട് കണ്ടവർ തളരില്ല. ഭാരതസഭയുടെ പൂർവികർ നാം. സുറിയാനിക്കാർ നമ്മൾ. ഇത് നേരറിഞ്ഞൊരു ജനമാണ്. നെറിക്കേട് കണ്ടവർ തളരില്ല. ഭാരതസഭയുടെ പൂർവികർ നാം. സുറിയാനിക്കാർ നമ്മൾ. ഭാരതസഭയുടെ പൂർവികർ നാം. സുറിയാനിക്കാർ നമ്മൾ.